ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബ് ചാനലിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എങ്ങനെയാണ് പ്രോപ്പറായ രീതിയിൽ ഉപയോഗിക്കുക എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് ടിപ്സും കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് കാര്യത്തിലേക്ക് പോകാം. യൂട്യൂബ് ചാനലിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഫയൽ നെയിം അടക്കം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്താണോ അപ്ലോഡ് ചെയ്യുന്നത് അത് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല, അതിൻ്റെ ഫയൽ നെയിം നമ്മൾ മാറ്റണം. അതേപോലെ തന്നെ നമ്മൾ തമ്പനെയിൽ ഇടണം, കൃത്യമായിട്ട് അടിപൊളിയായിട്ട് ഇടണം. അതേപോലെ തന്നെ നമ്മൾ ക്യാപ്ഷൻ ടൈറ്റിൽ കൊടുക്കുമ്പോഴൊക്കെ അടിപൊളിയായിട്ട് ഇടണം. ഇതൊക്കെ നമുക്ക് പൊതുവെ അറിയണതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമാണ്. പലരും എന്താ വെച്ചാൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വേണ്ട രീതിയിൽ ഉപയോഗിക്കില്ല. ടാഗുകളും ബാക്കി കാര്യങ്ങളും തമ്പനെയിലും ഫയൽ നെയിമും പലപ്പോഴും ശ്രദ്ധിക്കലില്ല. ക്യാപ്ഷനൊക്കെ അടിപൊളിയായിട്ട് ഇടുന്നുണ്ടായിരിക്കും. പക്ഷേ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൻ്റെ ഒരു നെറ്റ്വർക്കിലേക്ക് നമ്മുടെ ഈ വീഡിയോ എത്തണമല്ലോ. വീഡിയോ എത്തിയാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂട്യൂബിന് ഇത് ആ ഓഡിയൻസിലേക്ക് ഇത് പുഷ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോഴാണ് ഈ നമുക്ക് കൂടുതൽ വ്യൂസും വാച്ച് ടൈമും ഇതൊക്കെ കൂടുള്ളൂ അല്ലേ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇടുന്നത് എന്ന് വിചാരിക്കാം. ഇപ്പോൾ നമ്മളൊരു പായസം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായിട്ട് പറയാം എന്തൊക്കെയാണ് ആ വീഡിയോയിൽ ആ പായസം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത് എന്ത്. അപ്പോൾ പായസം എന്ന വാക്കയിൽ ഉപയോഗിക്കാം. പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കേണ്ടത്? അതിലിപ്പോൾ പഞ്ചസാര ഉപയോഗിക്കണമെങ്കിൽ പഞ്ചസാര, ശർക്കരയാണെങ്കിൽ ശർക്കര, അല്ലെങ്കിൽ അതിൽ വേറെ എന്തൊക്കെ സാധനങ്ങളാണുള്ളത് അതൊക്കെ ആ വാക്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഒരു 1, 2, 3 പാരഗ്രാഫ് കൊടുക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ പാരഗ്രാഫ് തിരിച്ചെഴുതണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എന്തായാലും ഒരു പാരഗ്രാഫെങ്കിൽ ഒരു പാരഗ്രാഫ് ഡീറ്റെയിൽഡായിട്ട് കൊടുക്കാൻ ശ്രമിക്കാം. ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ട് കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുപയോഗിച്ച വാക്കുകളുണ്ടല്ലോ, ഈ വാക്കുകളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, യൂട്യൂബിന് ഈ സാധനങ്ങൾ സജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആളുകൾക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ, പുഷ് ചെയ്യാൻ സാധിക്കും. അതായത് ആളുകളിപ്പോൾ പായസം ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് ഇപ്പോൾ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടുണ്ട് വിചാരിക്കാം. അപ്പോൾ ഈ ആളുകൾ ഏതൊക്കെ കീവേഡ്സ് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കേണ്ട ഒരു വീഡിയോ മുമ്പ് വേറെ ഏതെങ്കിലും ചാനലിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കീവേഡ്സ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇങ്ങനെയുള്ള കുറേ വാക്കുകൾ ആഡ് ചെയ്യാമെന്ന് മാത്രമല്ല, അതായത് ഡിസ്ക്രിപ്ഷനിൽ പാരഗ്രാഫിൽ ഇത് കൊടുക്കുക എന്ന് മാത്രമല്ല, താഴെ ഹാഷ് ടാഗുകൾ കൊടുക്കുക. താഴെ ഹാഷ് ഇട്ടിട്ട് എന്ത് ചെയ്യാം, പായസം, വൈറൽ പായസം മേക്കിംഗ്, വൈറൽ വീഡിയോ, അങ്ങനെ കുറേ സാധനങ്ങൾ കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പായസത്തിൽ ഉപയോഗിച്ചുള്ള കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ നമ്മൾ ശർക്കരയുടെ കാര്യം പറഞ്ഞാൽ അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ. അപ്പോൾ അതൊക്കെ അതെന്ത് ചെയ്യാം, ഹാഷ് ടാഗിൽ ഹാഷ് ഇട്ടിട്ട് ഇതൊക്കെ കൊടുക്കാൻ ശ്രമിക്കാം. അത് ചിലവർ പറയും താഴെ 1 by 1 ആയിട്ട് ഹാഷ് ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കാമെന്നൊക്കെ. അങ്ങനെ താഴേക്ക് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേ എണ്ണം കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ചില ആൾക്കാർ ഹാഷ് ടാഗുകൾ മാത്രം കൊടുക്കുന്ന ടീംസ് ഉണ്ട്. ഹാഷ് ടാഗുകൾ മാത്രം കൊടുത്താലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പായസം ഉണ്ടാക്കുന്ന വീഡിയോ ആണെങ്കിൽ പായസം മേക്കിംഗ് ഒറ്റ ഹാഷിൽ നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ സ്പേസ് ഇല്ലാണ്ടൊരു സാധനമില്ലേ, സംഭവം ശരിയാണ്, ഇത് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മളിത് പായസം മേക്കിംഗ് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിലായിട്ട് ഒരു പാരഗ്രാഫിൽ കൊടുക്കുമല്ലോ, അതിൽ പായസം എന്നുള്ളത് ഒരു വാക്കും മേക്കിംഗ് എന്നുള്ള അടുത്ത വാക്കായിട്ട് അങ്ങനെയും കൊടുക്കുക. താഴെ ഹാഷ് ടാഗിലും പായസം മേക്കിംഗ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നമ്മുടെ യൂട്യൂബ് വീഡിയോനെ ബൂസ്റ്റ് ചെയ്യും. യൂട്യൂബ്. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ചിലവർ ഒരുപാട് ഹാഷ് ടാഗുകൾ കൊടുക്കുക. ഒരുപാടെണ്ണം കൊടുക്കണമെന്നില്ല, ഒരു 10 to 15 എണ്ണം കൊടുക്കാൻ ശ്രമിക്കുക. അതാണ് അതിൻ്റെ ഒരു ഏകദേശം കുറച്ചും കൂടിയൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് സെറ്റാവുന്ന ഒരു സാധനം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്, ആ വീഡിയോയിൽ ഉപയോഗിച്ച സാധനങ്ങളെക്കുറിച്ച്, കാര്യങ്ങളെക്കുറിച്ച്, എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള ഡിസ്ക്രിപ്ഷൻ, അതുപോലെ ഹാഷ് ടാഗ് മാത്രമല്ല വേറെയും പലത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. വേറെ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഈ ടീഷർട്ടാണ് ഉപയോഗിക്കുന്നത് വിചാരിക്കാം. ഈ ടീഷർട്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടീഷർട്ട് ഞാനിപ്പോൾ ആമസോണിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തതെങ്കിൽ ആമസോണിൽ ഈ ടീഷർട്ടിൻ്റെ ലിങ്ക് എനിക്കവിടെ ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താണെന്ന് കാര്യം വെച്ചാൽ, നമ്മൾ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾക്ക് അത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ടീഷർട്ടിൻ്റെ മാത്രം ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ്, ഒരു മൈക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ട്രൈപോഡ് ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, ഒരു ഫോൺ ആയിക്കോട്ടെ, ടീഷർട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ട്രൗസർ ആയിക്കോട്ടെ, സോക്സ് ആയിക്കോട്ടെ, ഷൂ ആയിക്കോട്ടെ, വാച്ച് ആയിക്കോട്ടെ, പെർഫ്യൂം ആയിക്കോട്ടെ, എന്തായാലും ഇതിൻ്റെയൊക്കെ ലിങ്ക് ഷെയർ ചെയ്യാൻ കൊടുക്കുക.
ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ ആളുകൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് അവർ പർച്ചേസ് ചെയ്യുമ്പോൾ ആ ലിങ്ക് ഉപയോഗിച്ച് ആളുകൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കമ്മീഷൻ നമുക്ക് കിട്ടും. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇത് ഡിസ്ക്രിപ്ഷനിൽ ഉപയോഗിക്കാം. ഡിസ്ക്രിപ്ഷനിൽ മാത്രമല്ല അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഈ ലിങ്ക്, ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് ഒരു ഒരു കമൻറ്റ് നമുക്ക് പിൻ ചെയ്യാൻ സാധിക്കും. എന്ത് ബൈ ദീസ് പ്രൊഡക്റ്റ് അങ്ങനെ എന്തെങ്കിലും പറയട്ടെ, ആ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീണ്ടും നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് വേറെയും കുറേ സാധനങ്ങൾ കൊടുക്കാൻ സാധിക്കും. അതായത് എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കാം, നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ കുക്കിംഗ് വീഡിയോ അല്ലാണ്ട് വേറെ എന്തെങ്കിലും വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കുക്കിംഗ് തന്നെ ആക്കാം, പായസം ഉണ്ടാക്കുന്ന വീഡിയോ ആണല്ലോ നമ്മൾ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുള്ളത്. ആ വീഡിയോ പായസം ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടാണല്ലോ. അപ്പോൾ പായസം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം മാത്രം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണമെന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പൊതുവേ ഇങ്ങനെയുള്ള വീഡിയോസാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ, ഇപ്പോൾ അതായത് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യലുണ്ട് പറഞ്ഞിട്ട് അതും കുറേ വാക്കുകളൊക്കെ ഇട്ട് ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഈ എന്താ പറയുക, ഇപ്പോൾ ചിലപ്പോൾ പായസം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാവില്ല ഒരാളിപ്പോൾ ഗൂഗിളിൽ അയച്ച് യൂട്യൂബിൽ സെർച്ച് ചെയ്യേണ്ടായിരിക്കും. അവർ ചിലപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാവും. പക്ഷെ നമ്മുടെ ഈ വീഡിയോ പായസം മേക്കിംഗ് ആണെങ്കിലും വേറൊരു വീഡിയോ ചിലപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടുള്ള ആളുകളിലേക്കും നമ്മുടെ ഈ പായസത്തിൻ്റെ വീഡിയോ പോകും. ഞാൻ പറയുന്നത് പോയിൻ്റ് ക്ലിയറായി എന്ന് തോന്നുന്നു. അതായത് നമ്മൾ ഒരു വീഡിയോ പായസം ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള സാധനമാണെങ്കിലും അതിൽ ചിക്കൻ ബിരിയാണി എന്നുള്ളൊരു വാക്ക് അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വാക്കും കൂടി അതിൽ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ചിക്കൻ ബിരിയാണീനെ കുറിച്ച് സെർച്ച് ചെയ്തിട്ട് ഒരു വീഡിയോ കണ്ടിട്ടുള്ള ആളുടെ ഫീഡിലേക്കും ആളുടെ യൂട്യൂബിൻ്റെ ആ പേജ് ഉണ്ടല്ലോ ആ പേജിലേക്കും അവർ ആ ഒരു ഇതിലേക്കും ഹോം പേജിലേക്ക് എന്ത് പോവും, സജഷനിലേക്കും നമ്മുടെ ഈ പായസത്തിൻ്റെ വീഡിയോ എത്തിപ്പെടും. അപ്പോൾ അതിന് കൂടുതൽ വ്യൂസ് കിട്ടും, ആളുകൾ നല്ല തമ്പനയിലും ക്യാപ്ഷനൊക്കെ ആണെങ്കിൽ ആളുകൾ അതും ക്ലിക്ക് ചെയ്യും. സംഗതി മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കളി. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒരിക്കലും നമ്മൾ വളരെ കെയർലെസ് ആയിട്ട് ഉപയോഗിക്കരുത്, വേണമെന്ന് വെച്ച് ഉപയോഗിക്കാം. എൻ്റെ ഭൂരിഭാഗം വീഡിയോസിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു, തമ്പനയിൽ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു, ക്യാപ്ഷൻ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. പലതും വളരെ കെയർലെസ് ആയിട്ട് അശ്രദ്ധമായ രീതിയിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആവാൻ കുറച്ച് അധികം സമയം പിടിച്ചു. കുറച്ച് അധികമൊന്നുമില്ല, നമുക്ക് ഏകദേശം ഒരു 1.5 കൊല്ലമാണ് പിടിച്ചിട്ടുള്ളത്. ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ചെയ്യലില്ലായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ്. മാത്രമല്ല ചുമ്മാ എഡിറ്റും കൂടിയും ചെയ്യാണ്ട് ചുമ്മാ ഈ സാധനം കൊണ്ടുപോയിട്ട് അപ്ലോഡ് ചെയ്യലുണ്ടായിരുന്നു. എന്നാലും വളരെ ചുരുക്കം സബ്സ്ക്രൈബേഴ്സിനെ വെച്ചിട്ട് എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ സാധിച്ചു എന്നതാണ് എനിക്ക് ഇതിൽ തരുന്ന ഒരു കോൺഫിഡൻസ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കലുണ്ട്. ഡിസ്ക്രിപ്ഷൻ പറ്റണ രീതിയിലൊക്കെ നല്ല രീതിയിലൊക്കെ എഴുതാൻ ശ്രമിക്കലുണ്ട്. പിന്നെ എനിക്കൊരു എരിപൊരി സഞ്ചാരമാണ് ഒരു വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നൊരു സാധനമുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ബാഡ് ആറ്റിറ്റ്യൂഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കലുണ്ട്. എന്ന് വെച്ചാൽ പെട്ടെന്നൊരു വീഡിയോ എടുത്തിട്ട് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണതിന് പകരം നമ്മളൊന്ന് പ്ലാൻ ചെയ്യുക. അങ്ങനെ പ്ലാൻ ചെയ്ത് നല്ല തമ്പനയിൽ, നല്ല ക്യാപ്ഷൻ, നല്ല ഡിസ്ക്രിപ്ഷൻ, നല്ല ഹാഷ്ടാഗുകൾ, അതായത് വേണ്ട രീതിയിൽ സാധനങ്ങൾ ആളുകൾക്കൊരു കൗതുകം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മളൊരു വീഡിയോനെ വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാം, നമ്മൾ യൂട്യൂബിൻ്റെ ആപ്പിൽ പോയിട്ടൊക്കെയാണ് പലരും അപ്ലോഡ് ചെയ്യുക. അതിന് പകരം studio.youtube.com എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ സെർച്ച് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കുറേ സാധനങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ സാധാരണ അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ റീച്ച് ആവാൻ, കൂടുതൽ വ്യൂസ് കിട്ടാൻ, കൂടുതൽ ക്ലിക്ക് ത്രൂ റേറ്റ് കിട്ടാൻ, അതേപോലെ തന്നെ കൂടുതൽ വാച്ച് ടൈം കിട്ടാൻ, വാച്ച് അവർ കിട്ടാനൊക്കെ നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. വേറൊരു കാര്യമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബായ്, താങ്ക് യു.